ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്ത് പ്രഹസനമാണ് സജി. ഈ ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ 3 സഹോദരൻ ഞാൻ പറയട്ടെ നന്നായിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ കൊടുത്തില്ല. ഞാൻ പറയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ എന്ത് സംസാരിക്കാനാണ് താനോട് ആന്റോ ആന്റണിയും ആന്റോ ആന്റണിയുടെ 3 സഹോദരന്മാരും 4 സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. കേട്ടോ, ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? നീ നിന്റെ ആംബുലൻസുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടുള്ള തട്ടുകടയിലോട്ട് വാ, പ്രശ്നമുണ്ട്. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ? അപ്പൊ പോയി. പറഞ്ഞു കഴിയട്ടെ. ഇയാളെന്താണ് പറയണ? അയാൾ എന്തെങ്കിലും പറയട്ടോ. പറഞ്ഞു കഴിയട്ടെ. പാവം, അതിന് നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല. നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. അത് എനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച്, ബിലീവേഴ്സ് ചർച്ച്, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വേണ്ട, കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശക. 100ഓളം വൈദികർ വന്നു. ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ഈ പണിയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട.